ഓഗസ്റ്റ് മാസത്തിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നടക്കാൻ പോകുന്ന ഓഫർ സെയിലുകൾ ഏതൊക്കെയാണ്? ഈ ഓഫർ സെയിലുകളൊക്കെ തന്നെ ഏത് കാറ്റഗറിക്കായിരിക്കും ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുക? എന്തായാലും അതാണ് ഇന്ന് നിങ്ങൾ ഈ കാണാൻ പോവുക. അതിന് പറയാം, ഫ്ലിപ്കാർട്ടിലാണ് ഏറ്റവും കൂടുതൽ ഓഫർ സെയിലുകൾ വരുന്നെങ്കിൽ ആമസോണിൽ ഒരൊറ്റ ഓഫർ സെയിൽ മാത്രമേ ഉള്ളൂ. ജൂണിൽ ആക്ച്വലി നമ്മുടെ ആമസോണിൽ ഒരു ഓഫർ ഇല്ലായിരുന്നു. അന്ന് പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൈം ഡേ വരുന്നതുകൊണ്ട് ചിലപ്പോൾ അവർ ഹോൾഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും. അട്ടിപ്പൊളി ഓഫർ ആയിരിക്കും നിങ്ങൾക്ക് ഈ പ്രൈം ഡേയിൽ കിട്ടുക എന്നുള്ളത്. എന്നാൽ പ്രൈം ഡേ വന്നപ്പോൾ മനസ്സിലായി, ഒരു മര്യാദ ഇല്ലാത്തൊരു രീതിക്കായിരുന്നു ആ ഒരു ഓഫർ സെയിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഗസ്റ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു ഓഫർ സെയിലെങ്കിലും ഉണ്ട്. എന്നാൽ ഈ ഓഫർ സെയിലും വല്ലതൊക്കെ നമുക്ക് നടക്കുമോ എന്നുള്ളത് അത് വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. അത് ആമസോണിൽ മാത്രമല്ല, നമ്മുടെ ഫ്ലിപ്കാർട്ടും അതുപോലെ തന്നെയാണ്. എന്തായാലും ഞാൻ ഈ പറഞ്ഞ ഡേറ്റുകളിലൊക്കെ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടോ അല്ലെങ്കിൽ ഒന്ന് പിന്നോട്ടോ ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഉറപ്പായിട്ടും ഈ ഓഫർ സെയിലുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ അനുസരിച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ പേരുകൾ മാറ്റാൻ ചാൻസ് ഉണ്ട്, ചില ഈ ഓഫർ സെയിലുകൾ അവർ എടുത്ത് കളയാനൊക്കെ ചാൻസ് ഉണ്ട്. എന്നാലും നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണെങ്കിൽ ഫ്ലിപ്കാർട്ട് ബിഗ് ഫ്രീഡം സെയിൽ ഓഗസ്റ്റ് 5 മുതൽ 9 വരെ നടക്കാൻ പോവാണ്. ഉറപ്പായിട്ടും ഈ ഒരു ഫ്രീഡം സെയിൽ എല്ലാ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകൾക്കും വളരെ ലാഭകരമായിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ ഒരു അവസരമാണ്. കൂടാതെ ഇൻഡിപെൻഡൻസ് ഡേ സെയിൽ ഓഗസ്റ്റ് 12 മുതൽ 15 വരെയാണ്. ഇവിടെയും നമുക്ക് ആക്ച്വലി എല്ലാ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഓഫർ ഉണ്ടാവും. പൊതുവെ ഈ ഫ്രീഡം സെയിൽ ആണെങ്കിലും ഇൻഡിപെൻഡൻസ് ഡേ സെയിൽ ആണെങ്കിലും ജസ്റ്റ് ഒരു പേരിന്റെ വ്യത്യാസം മാത്രമേ നമുക്ക് ഇവിടെ ഈ രണ്ട് സ്ഥലത്തും കാണാൻ സാധിക്കത്തുള്ളൂ. കൂടാതെ ഫ്ലിപ്കാർട്ട് TV ഡേ ഓഗസ്റ്റ് 16 മുതൽ 18 വരെ നടക്കാൻ പോവാണ്. TV അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടോട് കൂടി മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു ദിവസം നിങ്ങൾ സേവ് ചെയ്ത് വെക്കുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇതിനകത്തുള്ള ആ ഒരു ആക്സിസ് ക്രെഡിറ്റ് കാർഡ്, ഇവിടെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ മേ ബി ഇതിന്റെ കൂടെ അവർ കൊണ്ടുവരുന്നത് ഒന്നെങ്കിൽ ICIC അല്ലെങ്കിൽ HDFC, ഈ രണ്ട് കാർഡിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും. അപ്പോൾ അതിന്റെയൊക്കെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ലാഭകരമായിട്ട്. ഇപ്പോൾ നൗ എ ഡേയ്സ് നമ്മൾ ഏതൊരു ഓഫർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ലാഭത്തിന് കിട്ടുക ഈ കാർഡ് യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ആ ഒരു പർച്ചേസ് ഉണ്ടല്ലോ, അതിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡൊക്കെ ഇപ്പോൾ പിന്നെ പൊതുവെ എല്ലാവരുടെ കയ്യിലും ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കൂട്ടുകാരുടെ കയ്യിൽ നിന്നൊക്കെ ജസ്റ്റ് ഒന്ന് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. EMI ഇടുന്ന കാര്യമില്ല ഞാൻ പറയണത്. നിങ്ങൾ ജസ്റ്റ് ഒരു വൺ ടൈം പർച്ചേസ് ചെയ്യുന്നതിൽ ആ ഒരു കാർഡ് മേടിച്ച് പർച്ചേസ് ചെയ്യുന്നത് അവർക്കും നല്ലതാണ്, നിങ്ങൾക്കും നല്ലതാണ്. കൂടാതെ അടുത്തത് മന്ത് ആൻഡ് മൊബൈൽ ഫെസ്റ്റ് 25 മുതൽ 31 വരെയാണ് നമുക്ക് ഒരു ഓഫർ സെയിൽ നടക്കാൻ പോകും. ഇവിടെ നമുക്ക് എല്ലാ മൊബൈൽസിനും ഓഫർ ഉണ്ടാവും എന്ന് അറിയത്തില്ല, പക്ഷേ ബെസ്റ്റ് സെല്ലിംഗ് സ്മാർട്ട് ഫോൺസിന് ഉറപ്പായിട്ടും അട്ടിപ്പൊളി ഓഫർ സെയിൽ ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുക. കൂടെ ഈ ഒരു ഓഫർ നടക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു ഓഫർ വരാൻ ചാൻസ് ഉണ്ട്. മെഗാ മൺസൂൺ ഡേ സെയിൽ ഓഗസ്റ്റ് 26 മുതൽ ഓഗസ്റ്റ് 31 വരെ ആയിരിക്കും. ഇവിടെ TV അപ്ലയൻസസ്, ക്ലോത്തിങ്, ഗ്രോസറീസ് ആൻഡ് മോർ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ലാഭത്തിന് സാധനമായിട്ട്, അതായത് ഡിസ്കൗണ്ടിൽ മേടിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും ഓഫർ സെയിലാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ കാണാൻ സാധിക്കുന്നതെങ്കിൽ ഒരൊറ്റ ഓഫർ സെയിൽ മാത്രമാണ് നമ്മുടെ ആമസോണിലുള്ളത്. അത് വേറൊന്നുമല്ല, ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റ് ഓഗസ്റ്റ് 5 മുതൽ ഓഗസ്റ്റ് 9 വരെ ആയിരിക്കും ഈ ഒരു ഫ്രീഡം ഫെസ്റ്റ് നടക്കുക എന്ന് പറയുന്നുണ്ട്. ഉറപ്പായിട്ടും ഞാൻ പറയണത്, മേ ബി ഇവരിപ്പോൾ ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും, അതായത് ഈ 9 വരെ എന്ന് പറഞ്ഞെങ്കിൽ പോലും ആമസോൺ ഫ്ലിപ്കാർട്ടിൽ മറ്റേ ഇൻഡിപെൻഡൻസ് ഡേ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവർ ഇതങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഓഫർ പേര് പോയെങ്കിൽ പോലും നമുക്ക് ചില പ്രോഡക്റ്റുകളെങ്കിലും ലാഭത്തിന് മേടിക്കാൻ പറ്റുമായിരിക്കും. ഇവിടെ അവർ എഴുതിക്കുന്നത് ഓൾ കാറ്റഗറീസിലുള്ള പ്രോഡക്റ്റുകൾക്ക് നമുക്ക് എന്താ പറയുക ഓഫർ കിട്ടും. കൂടാതെ അപ് ടു 80% പ്ലസ് അഡീഷണൽ 10% ഓഫിലായിരിക്കും നമുക്ക് ഓഫറുകൾ കിട്ടുക എന്നുള്ളതാണ്. എന്തായാലും അതെല്ലാം തന്നെ നമുക്ക് കണ്ടറിയാം ഇതങ്ങോട്ട് വരുമ്പോഴത്തേക്ക്. ഉറപ്പായിട്ടും ആ ഒരു ഓഫർ സെയിൽ സമയത്തും നമ്മളുടെ ചാനലിൽ ഓരോ പ്രോഡക്റ്റുകളും ഓരോ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകളും വാങ്ങിച്ചാൽ ലാഭമാണോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടാവും. കൂടാതെ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയാണ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോഴേ പറയുകയാണെങ്കിൽ ഞാൻ ഉടനെ എഴുതി വെച്ചിട്ട് ആ സമയത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഞാൻ കുറച്ച് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റേ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറി എന്ന് ഇപ്പം തന്നെ എഴുതിക്കോളൂ. കുറേ കൂട്ടുകാർ ആക്ച്വലി TV, ലാപ്ടോപ്പ്, അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺസ്, ഇതൊക്കെ തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ്. സ്മാർട്ട് ഫോൺസ് എന്നാലും നമ്മുടെ ചാനലിന് അണ്ടർ 20,000 അണ്ടർ 30,000 ഇതിലൊക്കെ തന്നെ ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഏതെന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ തന്നെ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ടും കാണുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഓഗസ്റ്റ് മാസത്തിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നടക്കാൻ പോകുന്ന ഓഫർ സെയിലുകളെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ഏകദേശ ധാരണ ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും, കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരയ്ക്കും. ബൈ.